വളരെ കുറച്ച് സമയം മാത്രമാണ് ഇതിനകത്തുള്ളത്. അതുകൊണ്ട് എന്ത് പറയണമെന്ന് എനിക്കും അറിയില്ല. പാട്ട് പാടിയാൽ അത് കൂടുതലായി പോവും. പിന്നെ പ്രസംഗമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിലും കൂടുതലായി പോവും. പ്രസംഗത്തിൻ്റെ ആവശ്യം നമുക്കില്ലല്ലോ. അപ്പം ഞാൻ അവസാനം ഇങ്ങോട്ട് വന്നപ്പോൾ എടുത്തൊരു തീരുമാനമാണ്, ഒരു കൊച്ചു കഥ പറയാം. അപ്പം നമ്മുടെ കൊച്ചു കുഞ്ഞുങ്ങൾ മുതൽ വലിയവർക്ക് വരെ ഒരുപോലെ ആസ്വദിക്കാം. ഒരല്പസമയം കൂടിപ്പോയി ആരും പരിഭവിക്കരുത്. കഴിഞ്ഞ വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദേവദാസൻ പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൻ്റെ ആമുഖമായിട്ട് പറഞ്ഞൊരു കൊച്ചു കഥയാണ് ഞാൻ നിങ്ങളോട് പറയുവാനായിട്ട് പോകുന്നത്. ഒരു വലിയ ഓഡിറ്റോറിയം, ആ ഓഡിറ്റോറിയത്തിൽ ഒത്തിരി ആളുകൾ കൂടിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു വലിയ ഏതോ സെൻറ്ററിൻ്റെ ഒരു മത്സരമാണ് നടക്കുന്നത്. ആ മത്സരം എന്താണെന്ന് ചോദിച്ചാൽ 23-ാം സങ്കീർത്തനത്തിൻ്റെ മത്സരമാണ്. അനേക യുവാക്കളും യുവതികളും എഴുന്നേറ്റ് ഈ 23-ാം സങ്കീർത്തനം വളരെ മനോഹരമായി അവതരിപ്പിക്കുക. ഓരോ ആളുകളും സങ്കീർത്തനം പറഞ്ഞു കഴിയുമ്പോൾ ഭയങ്കര കയ്യടിയും ബഹളവുമാണ്. അതായത് കാണാതെ പറയണം. സങ്കീർത്തനം 23-ാം സങ്കീർത്തനം അതിൻ്റെ 6 വാക്യങ്ങളും കാണാതെ നല്ലതുപോലെ പറയണം. അങ്ങനെ ഓരോരുത്തരും പറഞ്ഞു വന്ന് അവസാനം ഏകദേശം ഒരു 23 വയസ്സുള്ള ചെറുപ്പക്കാരൻ എഴുന്നേറ്റ് നല്ല വ്യക്തമായിട്ട് മനോഹരമായിട്ട് ആ സങ്കീർത്തനം അവതരിപ്പിക്കാനായിട്ട് ജഡ്ജസ് ഉടനെ മാർക്ക് ഇട്ടു. 100-ൽ 99 മാർക്ക്. ഇനി ആർക്കും അതിനപ്പുറത്തോട്ട് ഇല്ല. അങ്ങനെ അവിടെ ആ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്തുള്ള എന്നെ പോലെ പ്രായമുള്ള ഒരു അപ്പച്ചൻ എഴുന്നേറ്റ് പറഞ്ഞു, എനിക്കും ഈ 23-ാം സങ്കീർത്തനം ഒന്ന് പറയാം. അപ്പച്ചൻ ഇത് പറയുന്ന സമയത്ത് ആ സദസ്സിലുള്ള എല്ലാവരും ചിരിക്കാനായിട്ടിടയായി. എന്താണെന്നറിയാമോ? അവിടെ രജിസ്റ്റർ ചെയ്ത് നടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. നേരത്തെ മുൻകൂട്ടി പേര് കൊടുത്തവർക്ക് മാത്രമേ ഒക്കത്തുള്ളൂ. ജഡ്ജസ് നോ പറഞ്ഞു. എന്നാൽ സംഘാടകരിൽ നമ്മുടെ സെക്രട്ടറി പോലുള്ള ആളുകൾ ആരോ മനസ്സലിഞ്ഞ് അപ്പച്ചനോട് പറഞ്ഞു, അപ്പച്ച സാരമില്ല, നമ്മുടെ അപ്പച്ചനല്ലേ, പറഞ്ഞോളും. അങ്ങനെ ഈ അപ്പച്ചൻ എഴുന്നേറ്റ് അമ്മൻ സങ്കീർത്തനം പറയാൻ തുടങ്ങി. സങ്കീർത്തനം പറയാൻ തുടങ്ങി. ആദ്യത്തെ വാക്ക് പറഞ്ഞപ്പോഴേ യഹോവ എൻ്റെ ഇടയനാണ്. ആ ഒരു വാക്യം പറഞ്ഞപ്പോഴേ അതുവരെ ഭയങ്കര ബഹളമുണ്ടായിരുന്നു. സദസ്സ് വളരെ നിശബ്ദമായി. അപ്പച്ചൻ 2-3 വാക്യം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ സദസ്സിലിരുന്ന എല്ലാവർക്കും മുഖത്തൊരു പ്രത്യേക ആത്മീക ചൈതന്യം, ഒരു ആത്മീക തേജസ് ഉണ്ടാകുന്നതായി കാണുവാനായിട്ട് ഇടയായി. ഈ ദൈവമക്കളെ, 3-ാമത്തെ വാക്യം അപ്പച്ചൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ അപ്പച്ചന്റെ കണ്ണിലൂടെ കണ്ണുനീർ ധാരധാരയായി വീഴി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. മറ്റൊന്നും കൊണ്ടുമല്ല, തന്നെ ആമേൻ നടത്തിയ വിധങ്ങളെ ഓർത്ത് അവൻ കൂരിരുൾ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. ഈ ദൈവമക്കളെ, അദ്ദേഹം ചില വർഷങ്ങൾക്ക് മുമ്പ് ദൈവം തമ്പുരാൻ കൂരിരുൾ താഴ്വരയിലൂടെ, മരണനിഴൽ താഴ്വരയിലൂടെ കടന്നുപോയ അനുഭവങ്ങളെ ഓർത്ത് അദ്ദേഹം ആമേൻ അവിടെ നിന്നുകൊണ്ട് കരയാൻ തോന്നും. ആ സദസ്സെല്ലാം ആ സമയത്ത് എഴുന്നേറ്റ് നിൽക്കുവാനായിട്ട് ഇടയായി. ആ സദസ്സിലുണ്ടായ എല്ലാവരും ആമേൻ തങ്ങളെ തന്നെ കർത്താവിന് സമർപ്പിക്കാനായിട്ട് ഇടയായി. ആമേൻ. ചിലരൊക്കെ ആത്മാവിൽ ആരാധിപ്പാനായിട്ട് ഇടയായി. ഒന്നോർക്കണം, അവിടെ പ്രത്യേകിച്ച് ആരാധന നടന്നില്ല, ഒരു ഇൻസ്ട്രുമെന്റ്സും വായിച്ചില്ല, ഒരു പ്രസംഗവും നടന്നില്ല. അവൻ വെറും ഒരു സങ്കീർത്തനത്തിന്റെ 6 വാക്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പ്രത്യേക ആത്മീക ചൈതന്യം അവൻ ഉളവാകുന്നത് കാണുവാനായിട്ട് ഇടയായി. പ്രിയ ദൈവമക്കളെ, ആമേൻ, ദൈവത്തിന് സ്തോത്രം. അതിൻ്റെ ശേഷം ആമേൻ ആമേൻ ജഡ്ജസ് വീണ്ടും എഴുന്നേറ്റ് ആമേൻ പറഞ്ഞു, ആമേൻ ഇനി അടുത്ത പ്രോഗ്രാം ആ നേരത്തെ ആമേൻ ആ സങ്കീർത്തനം നല്ലതുപോലെ പറഞ്ഞ ആ പയ്യനുള്ള അവാർഡാണ്. ഏകദേശം 10,000-10,000 രൂപ ആമേൻ വില ആമേൻ ഉള്ള ഒരു കവറ് അവന് ആമേൻ സമ്മാനമായി ലഭിച്ചു. ഞാൻ ചുരുക്കി പറയുന്നത് കൊണ്ട് പ്രിയ ദൈവമക്കളെ, അതിനെ ചിലതൊക്കെ വിട്ടുപോകുന്നുണ്ട്. എന്നാലും ഞാൻ പറയാം, ഒരു 10,000 രൂപ ആമേൻ ക്യാഷ് അവാർഡായിട്ട് ആ ചെറുപ്പക്കാരൻ ലഭിച്ചു. അവനൊരൊറ്റ ഓട്ടം വെച്ചു കൊടുത്തു. അതിനകത്തിരുന്ന് എല്ലാവരും വിചാരിച്ചു അവൻ എങ്ങോട്ടാ പോണെന്ന്. പക്ഷെ അവൻ ഓടിച്ചെന്ന് ഈ അപ്പച്ചൻ്റെ കാൽക്കൽ വീണിട്ട് ഈ 10,000 രൂപ അടങ്ങുന്ന കവറ് ഈ അപ്പച്ചൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ ഈ അപ്പച്ചനോട് പറയുന്ന വാക്കിതാണ്, അപ്പച്ച ആമേൻ ഇത്
ഞാൻ സങ്കീർത്തനം കാണാതെ പഠിച്ച് പറഞ്ഞതാ. പക്ഷെ അപ്പച്ചൻ സങ്കീർത്തനം പറഞ്ഞത് അമീൻ അമീൻ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നാ. അമീൻ ദൈവത്തിന് സ്തോത്രം. അമീൻ അപ്പച്ചൻ സങ്കീർത്തനം പറഞ്ഞപ്പോഴാണ് ഞാൻ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി അവൻ സ്വീകരിച്ചതെന്നുള്ള സത്യം അവൻ തുറന്നു പറഞ്ഞിട്ട് ഈ പണം കൊടുത്തു. പക്ഷെ അപ്പച്ചൻ നിരാകരിച്ചുകൊണ്ട് പറഞ്ഞു, മോനെ ഇതെനിക്ക് വേണ്ട, നീ തന്നെ അമീൻ വെച്ചു. ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞ ഉടനെ നമ്മുടെ ജഡ്ജസിന് പിന്നെയും ഒരു ബുദ്ധി തോന്നി. ഈ അപ്പച്ചനെ ഒന്ന് ഒരു ചോദ്യം ചോദിച്ചാൽ, ഒരു ഇന്റർവ്യൂ നടത്തിയാൽ എങ്ങനെ? ആ ചോദ്യം ഇങ്ങനെയായിരുന്നു, അപ്പച്ച ഈ ചെറുപ്പക്കാരൻ സങ്കീർത്തനം പറഞ്ഞപ്പോൾ ജനമെല്ലാം കൂവുകയും വിസിലടിക്കുകയും കൈയടിക്കുകയും ബഹളം, ഒരു അരോചകമായ ശബ്ദം പോലെ തോന്നി. എന്നാൽ അപ്പച്ചൻ സങ്കീർത്തനം പറഞ്ഞപ്പോൾ അവിടെ ഒരു ആത്മീക അന്തരീക്ഷം ഉടലെടുത്തു. അവിടെ പലരും കർത്താവിന് വേണ്ടി ഹൃദയം കൊടുത്തു, പലരും ആത്മാവിൽ ആരാധിച്ചു. ഇതിന്റെ രഹസ്യം എന്താണ്? അപ്പോഴപ്പച്ചൻ പറഞ്ഞു, മക്കളെ ഇത് വെറും സിമ്പിളാണ്. ആ ചെറുപ്പക്കാരന് സങ്കീർത്തനം കാണാതെ പഠിച്ചതാ. അവന് സങ്കീർത്തനം അറിയാം, പക്ഷേ എനിക്ക് ഇതിനകത്തെ ഇടയനെ അറിയാം. ഇതിനകത്ത് കൃപ ലഭിച്ചവൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവൻ സ്തുതിപ്പാൻ പറ്റിയ ഒരു അവസരമാണ് ഈ അപ്പച്ചൻ സങ്കീർത്തനം പറഞ്ഞപ്പോൾ അതിനകത്തുണ്ടായ ആത്മീയ അനുഭവത്തിന്റെ കാരണം അദ്ദേഹത്തിന് സങ്കീർത്തനം കാണാതെ പഠിച്ചതല്ലോ, അദ്ദേഹത്തിന്റെ അനുഭവ സാക്ഷ്യമാണ്. പ്രൈസ് ദി ലോർഡ്. ആ അനുഭവ സാക്ഷ്യം പറഞ്ഞപ്പോഴാണ് അവിടെ ഒരു പ്രത്യേക ആരാധന ഉണ്ടായത്. പ്രിയ ദൈവമക്കളെ, ഞാൻ ഇതിനകത്ത് പറയുവാൻ ആഗ്രഹിച്ച ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ. നമ്മുടെ ആത്മീയ ഗോളത്തിൽ ഇന്നുണ്ടാകുന്ന പല പ്രയാസങ്ങൾക്കും പ്രശ്നങ്ങൾക്കും കാരണം ഇതാ. സങ്കീർത്തനം അറിയാവുന്നവർ ഒത്തിരിയുണ്ട്, പക്ഷേ അതിനകത്തെ ഇടയനെ അറിയാവുന്നവർ വളരെ ചുരുക്കമാ. രണ്ടോ മൂന്നോ വാക്കൊക്കെ കൂട്ടി പറയാൻ അറിയാമെങ്കിൽ, വായിക്കാൻ അറിയാമെങ്കിൽ, എഴുതാൻ അറിയാമെങ്കിൽ സങ്കീർത്തനം പലർക്കും എഴുന്നേറ്റ് നിന്ന് പറയുവാൻ കഴിയും. പക്ഷേ അതിനകത്തുള്ള നല്ല ഇടയനെ, ആളുകൾക്ക് വേണ്ടി ജീവൻ കൊടുത്ത ഇടയനെ, കാലൊടിഞ്ഞ ആടിനെ തോളിലേറ്റി കൊണ്ടുപോയി ശുശ്രൂഷിച്ച് അതിന്റെ കൂട്ടിലെത്തിക്കുന്ന ഇടയനെ, ഒന്നിനെ കാണാതെ പോയാൽ മറ്റ് 99നെയും വിട്ടിട്ട് ആ ഒന്നിനെ തേടി പോകുന്ന സ്നേഹം. ഈ ഇടയനെ ഇന്ന് രാത്രി കാലം നമുക്ക് എല്ലാവർക്കും ഒന്നുകൂടി രുചിച്ചറിയാം. ആരെങ്കിലും ഇതിനകത്ത് ഇടയനെ രുചിച്ചറിയാനുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ ഈ ഹോള് വിട്ടു പോകുന്നതിന് മുമ്പ് ഈ ഇടയനെ രുചിച്ചറിഞ്ഞ് മാത്രമേ പോകാവൂ. സങ്കീർത്തനം അറിഞ്ഞുകൊണ്ട് നമുക്ക് ഏത് പ്രോഗ്രാം നടത്താൻ പറ്റും. പക്ഷെങ്കിൽ ഈ ഇടയനെ അറിയാമെങ്കിൽ നമ്മുടെ ജീവിതത്തിലുടനീളം എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുക, നമുക്ക് നന്മ മാത്രമേ വരൂ ഈ ഇടയനെ അറിഞ്ഞ് ജീവിക്കാമെങ്കിൽ. അതുകൊണ്ട് ഈ ചെറിയ ഒരു ചിന്ത നിങ്ങൾക്ക് അനുഗ്രഹമായി വിശ്വസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ.